बच्चे कंप्लीट एक्सरसाइज ऑफ चैप्टर 6 गाजर मूली की दोस्ती वाचन कौशल स्पीकिंग स्किल्स बताइए। क्वेश्चन नंबर 1 कक्षा में शोर क्यों हो रहा था? ക്ലാസ്സിൽ എന്തുകൊണ്ടാണ് ശബ്ദമുണ്ടായത്? ഭയങ്കര സൗണ്ട് അല്ലെ, ഒച്ചയും ബഹളവും ഒക്കെ ക്ലാസ്സിൽ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? कक्षा में गाजर मूली लड़ रही थी इसलिए शोर हो रहा था. കക്ഷാമേ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഗാജറും മൂലിയും, ഗാജർ എന്ന് പറഞ്ഞാൽ ക്യാരറ്റ്, മൂലി റാഡിഷ്, രണ്ടു പേരും തമ്മിൽ വഴക്കടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ക്ലാസ്സിൽ ഇത്ര ശബ്ദവും ബഹളവും ഉണ്ടാവാനുള്ള കാരണം. ക്ലാസ്സിൽ വളരെയേറെ ശബ്ദവും ബഹളവും ഉണ്ടാവാനുള്ള കാരണം എന്താണ്? കക്ഷാമേ ഗാജർ മൂലി ലഡ് രഹി ഇസ്ലിയെ ഷോർ ഹോ രഹാ താ. ക്ലാസ്സിൽ ഗാജറും മൂലിയും വഴക്കടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഇത്ര ശബ്ദവും ബഹളവും ഉണ്ടാവാനുള്ള കാരണം. ക്വസ്റ്റ്യൻ നമ്പർ 2 ഗാജർ ഔർ മൂലി ക്യോം ലഡ് രഹി തി? गाजर और मूली बाग रखने को लेकर लड़ रही थी. गाजറും മൂലിയും ബാഗ് രഖനെ കോ ലേക്കർ ലഡ് രഹി തി. ഗാജർ എന്ന് പറഞ്ഞാൽ ക്യാരറ്റ്, മൂലി റാഡിഷ് അല്ലേ. എന്തിനാ ഇവർ തമ്മിൽ വഴക്കടിച്ചുകൊണ്ടിരുന്നേ? ബാഗ് വെക്കുന്ന കാര്യം പറഞ്ഞാണ് രണ്ടുപേരും വഴക്കടിച്ചത്. അതാ ഗാജർ വെക്കുന്നിടത്ത് മൂലിക്ക് വെക്കണം, മൂലി വെക്കുന്നിടത്ത് ഗാജറിന് വെക്കണം. രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഈ കാരണവും പറഞ്ഞാണ് രണ്ടുപേരും അടിയുണ്ടാക്കിക്കൊണ്ട് ഇരുന്നത്. गाजर और मूली क्यों लड़ रही थी? गाजर और मूली बाग रखने को लेकर लड़ रही थी. ഗാജറും മൂലി മീൻസ് റാഡിഷും മൂലിയും കൂടെ അടിയുണ്ടാക്കാനുള്ള കാരണം എന്താണ്? ബാഗ് വെക്കുന്നത് പറഞ്ഞുകൊണ്ടാണ് രണ്ടുപേരും അടിയുണ്ടാക്കിയത്. മൂലി വെക്കുന്നിടത്ത് ക്യാരറ്റിന് വെക്കണം, ക്യാരറ്റ് വെക്കുന്നിടത്ത് റാഡിഷ് വെക്കണം. രണ്ടുപേരും ഇത് പറഞ്ഞ് പരസ്പരം അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് ക്ലാസ്സിൽ വളരെയധികം ബഹളമുണ്ടാകാനുള്ള കാരണം. ക്വസ്റ്റ്യൻ നമ്പർ 3 മൂലി ആംഖോം കോ കൈസെ ടീക്ക് രക്തി ഹേ? മൂലി എന്ന് പറഞ്ഞാൽ റാഡിഷ് അറിയാമല്ലോ, വെളുത്ത ക്യാരറ്റ് പോലെ നീണ്ട ഒരു പച്ചക്കറിയാണ്, ഒരു റൂട്ട് വെജിറ്റബിളാണ് കേട്ടോ. അത് നിങ്ങൾ ചില കടകളിലൊക്കെ കാണാറുണ്ട്. നമുക്ക് ഇവിടെ കേരളത്തിൽ അങ്ങനെ കാണാറില്ല എങ്കിൽ പോലും ചില കടകളിലൊക്കെ ഞാനത് കണ്ടിട്ടുണ്ട്, ചില പച്ചക്കറികളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മൂലി എങ്ങനെയാണ് കണ്ണുകളെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നത്? മൂലി ആംഖോം കോ विटामिन B1 और B2 से ठीक रखती है. मूली आँखों को विटामिन B1 और विटामिन B2 से ठीक रखती है. B1ഉം B2 ഉപയോഗിച്ചാണ് വിറ്റാമിൻ B1ഉം. അപ്പോൾ ഒന്നുകൂടെ ഓർക്കുക, മൂലി വിറ്റാമിൻ B1 और विटामिन B2 से आँखों को ठीक रखती है. മൂലിയിൽ വിറ്റാമിൻ B1ഉം B2ഉം റിച്ച് ആയിട്ടുണ്ട്. വാങ്ങിച്ച് കഴിക്കാൻ നോക്കിക്കൊള്ളണം, കണ്ണിൻ്റെ സൈറ്റ് വർദ്ധിപ്പിച്ചോളണം. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള അറിവാണ്, മറന്നേക്കരുത്. താങ്ക് യു. അപ്പം എല്ലാവരും നോട്ട് ബുക്കിലേക്ക് നോട്ട്സ് എഴുതി വെക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ സോഡിയം ഫോസ്ഫറസ് സേ ക്യാ ഹോത്താ ഹേ? സോഡിയം ഫോസ്ഫറസും കൊണ്ട് എന്ത് ലാഭമാണ് നമുക്കുണ്ടാകുക? സോഡിയം ഫോസ്ഫറസ് സേ ഹഡ്ഡിയാ മജബൂത് ഹോത്തി ഹേ. ഹഡ്ഡിയാ നമ്മുടെ എല്ലുകൾക്ക് നല്ല ബലം കിട്ടാൻ വേണ്ടി സോഡിയം ഫോസ്ഫറസ് നമുക്ക് ആവശ്യമാണ്. സോഡിയം ഫോസ്ഫറസ് സേ ഹഡ്ഡിയോം കോ മജബൂത് രക്തി ഹേ. ഹഡ്ഡിയോം കോ മജബൂത്, എല്ലുകൾക്ക് നല്ല ബലം കൊടുക്കുന്നത് സോഡിയം ഫോസ്ഫറസ് ആവശ്യമാണ് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ എല്ലാവരും എന്ത് കഴിക്കണം? സോഡിയം ഫോസ്ഫറസ് ഏറ്റവും അധികമുള്ള വെജിറ്റബിൾ കഴിക്കണം കേട്ടോ. സോഡിയം ഫോസ്ഫറസ് സേ ക്യാ ലാഭ് ഹോത്താ ഹേ? എന്ത് ലാഭമാണ് നമുക്ക് കിട്ടുക? സോഡിയം ഫോസ്ഫറസ് സേ ഹഡ്ഡിയാ മജബൂത് ഹോത്തി ഹേ. നമ്മുടെ എല്ലുകൾക്ക് നല്ല ശക്തിയും ബലവും കിട്ടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ ലൗക്യ മോമിനെ ഗാജർ മൂലിക്കോ ക്യാ സംജായ? നമ്മുടെ ലൗക്യ മോം ഗാജറിനെയും മൂലിക്കും എന്താണ് മനസ്സിലാക്കി കൊടുത്തത്? ക്യാരറ്റിനെയും റാഡിഷിനെയും മനസ്സിലാക്കി കൊടുത്തത് എന്താണ്? लौकी मोम ने गाजर और मूली को समझाया कि तुम्हें दूसरों
के गुणों को भी देखना चाहिए तुम्हें दूसरों के गुणों को भी देखना चाहिए നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ മറ്റുള്ളവരിലുള്ള ഗുണങ്ങൾ കൂടി കാണുവാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം നിങ്ങളിൽ കുറേ ഗുണങ്ങളുണ്ട് അതൊക്കെ സംബന്ധിച്ചു പക്ഷേ മറ്റ് ആളുകളിലുള്ള ഗുണം കൂടി നിങ്ങൾ കാണുവാൻ പരിശ്രമിക്കണമെന്നാണ് ലൗക്യമ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തത് അതായത് ഗാജറിനും മൂലിക്കും മനസ്സിലാക്കി കൊടുത്തതാണ് കേട്ടോ लौकिमाम ने गाजर और मूली को समझाया कि तुम्हें दूसरों के गुणों को भी देखना चाहिए നിങ്ങൾ മറ്റുള്ളവരുടെ ഗുണങ്ങളും കാണാൻ വേണ്ടി പരിശ്രമിക്കണമെന്നാണ് ലൗക്യമ മൂലി അവർക്ക് റാഡിഷിന് മനസ്സിലാക്കി കൊടുത്തത് ഓക്കെ നെക്സ്റ്റ് ശ്രവൺ കൗശൽ ലിസണിങ് സ്കിൽസ് മിർച്ചി ഹരിഹരൻ കിസ്കോ ഗുണി ബതാ രഹാ ഹെ നമ്മുടെ മിർച്ചി ഹരിഹരൻ മുളക് പച്ചമുളക് ആരെയാണ് ഗുണവാൻ എന്ന് വിളിക്കുന്നത് ആരെയാണ് ഓക്കെ മിർച്ചി ഹരിഹരൻ ഗാജർ और മൂലി दोनों को गुणी कह रहा है മിർച്ചി ഹരിഹരൻ അഥവാ പച്ചമുളക് ഗാജറിനെയും മൂലിയെയും ക്യാരറ്റിനെയും റാഡിഷിനെയുമാണ് അവയെ രണ്ടു പേരെയുമാണ് ഗുണവാന്മാരെന്ന് വിളിക്കുന്നത് ഓക്കെ മിർച്ചി ഹരിഹരൻ गाजर और मूली दोनों को गुणी कह रहा है ओके क्वेश्चन नंबर घ अमीनो आसिड से क्या होता है अमीनो ആസിഡ് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് അമിനോ ആസിഡ് ഹൃദയ ഫേഫട കിഡ്നി കോ സ്വസ്ഥ രഹതാ ഹൈ അമിനോ ആസിഡ് എന്തിനൊക്കെ നല്ല ഹെൽത്തിയാക്കി സൂക്ഷിക്കുന്നത് ഹൃദയ ഫേഫട കിഡ്നി പിന്നെന്താ പോലുള്ള ഇൻറ്റേർണൽ ഓർഗൻസിനെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കുന്നു അമിനോ ആസിഡ് നമ്മുടെ ഹൃദയം ഫേഫട എന്ന് പറഞ്ഞാൽ ലങ്സ് ആണ് കേട്ടോ ലങ്സ് കിഡ്നി അറിയാമല്ലോ എന്താണെന്ന് ഇതുപോലുള്ള അവയവങ്ങളെ അത് ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കുന്നു അമിനോ ആസിഡ് ഓക്കെ അപ്പോൾ എല്ലാവരും ഓർക്കുക പച്ചക്കറികൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് ഒന്നും കളയാനായിട്ട് പാടില്ല എനിക്കത് വേണ്ട ഇത് വേണ്ട എന്ന് ആരും പറയാൻ പാടില്ല എല്ലാവരും പച്ചക്കറികൾ കഴിക്കുക ഇതിൻ്റെ ഗുണം വളരെ വലുതാണ് പച്ചക്കറികളുടെ ഗുണം വളരെ വലുതാണ് ക്യാരറ്റ് റാഡിഷ് പച്ചക്കറികളിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്തുക കാരണം അത് ൻ്റെ ഗുണം എന്താണെന്ന് നിങ്ങൾ പഠിച്ചല്ലോ അല്ലേ അപ്പം മറക്കരുത് കണ്ണിൻ്റെ ഐസൈറ്റ് കൂട്ടിത്തരാൻ വേണ്ടിയിട്ട് ഗാജറും മൂലിയും വളരെയധികം നമുക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത്തരം സാധനങ്ങൾ വാങ്ങി കഴിക്കാൻ വേണ്ടി പരിശ്രമിക്കുക ഓക്കെ അമിനോ ആസിഡ് സെ ക്യാ ഹോത്താ ഹെ അമിനോ ആസിഡ് ഹൃദയ ഫേഫട കിഡ്നി കോ സ്വസ്ഥ രഖ്താ ഹെ ഇങ്ങനെയുള്ള അവയവങ്ങളെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കുന്നു അമിനോ ആസിഡ് അമിനോ ആസിഡ് ബനാനേമേ കോൺ മദത്ത് കർത്തേ ഹേ അമിനോ ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ് നമ്മളെ സഹായിക്കുന്നത് ആരാണ് അമിനോ ആസിഡ് ബനാനേമേ ഗാജർ और മൂലി മദത് കർത്തി ഹേ ഗാജറും മൂലിയുമാണ് നമ്മുടെ ശരീരത്ത് അമിനോ ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നത് അമിനോ ആസിഡ് ബനാനേമേ ഗാജർ और മൂലി മദത് കർത്തി ഹേ ക്വസ്റ്റ്യൻ നമ്പർ ഘ ഡൈജസ്റ്റീവ് या पाचन जूस से क्या होता है डाइजेस्टिव जूस അല്ലെങ്കിൽ पाचन जूस से क्या होता है डाइजेस्टिव जूस से भोजन को पचाने में मदद करती है ഡൈജസ്റ്റീവ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ദഹനരസം അല്ലേ ദഹനരസം കൊണ്ട് എന്ത് ഗുണമാണ് നമുക്ക് ഉള്ളത് ഡൈജസ്റ്റീവ് ജ്യൂസ് അത് ദഹനരസം കൊണ്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാനാണത് സഹായിക്കുന്നത് അല്ലേ നോക്കിക്കേ ഡൈജസ്റ്റീവ് ജ്യൂസ് സെ ഭോജൻ കോ ഭക്ഷണം പച്ചാനമേ മദത് കർത്തി ഹേ എന്ന് പറഞ്ഞാൽ ഭക്ഷണം ദഹിപ്പിക്കാനായിട്ട് അത് സഹായിക്കുന്നു ഡൈജസ്റ്റീവ് ജ്യൂസ് കൊണ്ട് ഭക്ഷണം ദഹിക്കാൻ സഹായിക്കുന്നു ഓക്കെ അമിനോ ആസിഡ് बनाने में कैरेट और മൂലി മദത് കർത്തി ഹേ അമിനോ ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് മൂലിയാണ് നമ്മളെ സഹായിക്കുന്നത് അമിനോ ആസിഡ് बनाने में गाजर और മൂലി മദത് കർത്തി ഹേ कौन मदद करती है कैरेट और मूली ओके क्वेश्चन नंबर गाजर मूली की सलाद
ക്യോം ഖാത്തെ ഹേ ഗാജർ മൂലി ഇട്ട സലാഡ് എന്തുകൊണ്ടാണ് കഴിക്കുന്നത് गाजर मूली की सलाद इसलिए खाना चाहिए क्योंकि यह भोजन को पचाने में मदद करते हैं ഗാജർ മൂലി ഇട്ടുണ്ടാക്കിയ സലാഡ് എന്തുകൊണ്ടാണ് കഴിക്കേണ്ടത് അത് നമ്മുടെ ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു വളരെയധികം സഹായം ചെയ്യുന്ന ഒരു പച്ചക്കറിയാണ് അതുകൊണ്ട് ആ ഗാജർ മൂലിയുടെ സലാഡ് നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ കഴിക്കണം ഓക്കെ गाजर मूली की सलाद क्यों कहते हैं गाजर मूली की सलाद इसलिए खाना चाहिए क्योंकि यह भोजन को पचाने में मदद करते हैं पचाने में എന്ന് പറഞ്ഞാൽ ടു ഡൈജസ്റ്റ് കേട്ടോ നമുക്ക് നമ്മുടെ ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നു ഓക്കെ ലേഖൻ കൗശൽ റൈറ്റിംഗ് സ്കിൽസ് क्वेश्चन नंबर ख मूली में कौन से मिनरल्स होते हैं മൂലയിൽ എന്തെല്ലാം മിനറൽസ് ഉണ്ട് അത് വേറൊരു കാര്യമുണ്ട് കേട്ടോ ലേഖൻ കൗശൽ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറാണിത് അതിൻ്റെ അകത്ത് കാ ഞാൻ എഴുതിയിട്ടില്ല കാരണം കായുടെ ക്വസ്റ്റ്യൻ ആൻസർ കുറച്ചധികം കൂടുതലുള്ളത് കൊണ്ട് ആ പ്ലേസിൽ ഇത് പറ്റത്തില്ലാത്തത് കൊണ്ട് ഒരു ചെറിയ ക്വസ്റ്റ്യനാണ് സെക്കൻഡ് ക്വസ്റ്റ്യനാണ് ഞാൻ എഴുതിയിരിക്കുന്നത് കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ചോണേ ക്വസ്റ്റ്യൻ നമ്പർ ഖ മൂലി में कौन से मिनरल्स होते हैं മൂലി में पोटासियम सोडियम और सल्फर होते हैं മൂലിയിൽ പൊട്ടാസ്യം സോഡിയം അവർ സൾഫർ होते हैं പൊട്ടാസ്യവും സോഡിയം സൾഫറുമാണ് മൂലിയിൽ ഉള്ളത് ആ റൈറ്റിംഗ് സ്കിൽസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത് ഇത്ര വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് അവിടെ എഴുതാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് വേറൊരു പേജിലേക്ക് അത് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ചോളാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യനാണ് ഞാൻ കുറച്ച് മുമ്പ് നിങ്ങൾ കണ്ടത് ഓക്കെ ടെക്സ്റ്റ് में क्वेश्चन आंसर फर्स्ट क्वेश्चन आंसर का गाजर में क्या क्या गुण होते हैं ഗാജർ ക്യാരറ്റിൽ എന്തെല്ലാം ഗുണങ്ങളാണ് ഉള്ളത് ക്യാരറ്റ് കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് നോക്കിക്കേ ഗാജർ മേ വിറ്റാമിൻ എ ഹോത്തെ ഹേ വിറ്റാമിൻ എ ഉണ്ട് ആങ്കോം കി രോഷനി ബെടുത്തി ഹേ ഈ വിറ്റാമിൻ എ കണ്ണുകളുടെ വെളിച്ചം കൂട്ടുന്നു കണ്ണുകൾക്ക് ഐസൈറ്റ് കൂട്ടിത്തരുന്നു ഓക്കെ ഗാജർ മേ വിറ്റാമിൻ എ ഹോത്തെ ഹേ അത് आंखों की रोशनी बढ़ती है नेक्स्ट इसमें विटामिन सी होते हैं അതിൽ विटामिन सी ഉണ്ട് जिससे कटने पर बहुत खून जम जाता है इसमें सोडियम फॉस्फोरस होता है जिससे हड्डियां मजबूत होते हैं जिससे कटने पर बहुत खून ജം ജാത്ത ഹേ എന്ന് പറഞ്ഞാൽ ഈ വിറ്റാമിൻ സി കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും മുറിയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്നും ഒരുപാട് രക്തം ഒഴുകി പോകുവാൻ സാധ്യതയുണ്ട് ഈ ഒഴുകി പോകുന്ന രക്തത്തെ വീണ്ടും റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിറ്റാമിൻ സി സഹായിക്കുന്നു നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴുകി പോകുന്ന ആ രക്തത്തെ വീണ്ടും റീബിൽഡ് ചെയ്യാൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ വീണ്ടും അത് ബ്ലഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് വിറ്റാമിൻ സി സഹായിക്കുന്നു ഇസ്മേ സോഡിയം ഫോസ്ഫറസ് होता है ഈ ക്യാരറ്റിൽ സോഡിയം ഫോസ്ഫറസ് ഉണ്ട് ജസസെ ഹഡ്ഡിയ മജബൂത് ഹോത്തേഹെ ഇതിൽ അത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലുകൾ ബലമുള്ളതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് സോഡിയം ഫോസ്ഫറസ് സഹായിക്കുന്നു സോഡിയം ഫോസ്ഫറസിൻ്റെ സഹായത്തോടെ നമ്മുടെ എല്ലുകളെ ബോൺസിനെ നല്ല ബലമുള്ളതാക്കി മാറ്റാൻ സോഡിയം ഫോസ്ഫറസ് സഹായിക്കുന്നു ജിസസെ ഹഡ്ഡിയ മജബൂത് ഹോത്തെ ഹേ ഇതിലൂടെ നമ്മുടെ എല്ലുകൾ നല്ല ബലമുള്ളതായിട്ട് മാറുന്നു സോഡിയം ഫോസ്ഫറസിൻ്റെ സഹായത്തോടെ അസ്ഥികൾക്ക് ബലം വയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അപ്പോൾ കുട്ടികളായ നിങ്ങളെ എന്തായാലും ക്യാരറ്റും മൂലയും ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ എല്ലുകൾക്ക് ബലമുണ്ടാകാൻ വേണ്ടി നിങ്ങളുടെ കണ്ണിന് കാഴ്ച കിട്ടാൻ വേണ്ടി ഇത് നിങ്ങൾ കഴിക്കുക തന്നെ ചെയ്യണം ഓക്കെ അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് വായിച്ചു തരാം ശ്രദ്ധിക്കുക गाजर में क्या क्या गुण होते हैं गाजर में विटामिन ए होते हैं आंखों की रोशनी बढ़ती है गाजറിൽ വിറ്റാമിൻ എ ഉണ്ട് അത് കണ്ണുകളുടെ വെളിച്ചം കൂട്ടുന്നു इसमें विटामिन सी होता है ഇതിൽ വിറ്റാമിൻ സി ഉണ്ട് जिससे कटने पर बहुत खून जम जाता है നമ്മുടെ ശരീരം മുറിഞ്ഞു കഴിയുമ്പോൾ ഒഴുകി പോകുന്ന ആ രക്തം വീണ്ടും ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു इसमें सोडियम फॉस्फोरस होता है ഇതിൽ സോഡിയം ഫോസ്ഫറസ് ഉണ്ട്
ജിസ്സെ ഹട്ടിയ മജബൂത് ഹോത്താ ഹെ. ഈ അതിലൂടെ നമ്മുടെ ശരീരത്തിലെ എല്ലുകൾക്ക് ബലം വയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്, വായിച്ച് പഠിക്കുക കേട്ടോ. താങ്ക് യു. क्वेश्चन नंबर ग, हरी मिर्च गाजर मूली के किन ഗുണോं की ചർച്ച करती है. ഹരി മിർച്ച് പച്ചമുളക് ഗാജറിൻ്റെയും മൂലിയുടെയും എന്ത് ഗുണങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് ചെയ്യുന്നത്. ഹരി മിർച്ച് गाजर मूली को അമിനോ ആസിഡ് बनाने में मदद करने के बारे में कहती है. ഹരിമിർച്ച് പറയുന്നത് ഗാജർ മൂലി അമിനോ ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഹരിമിർച്ച് സംസാരിച്ചു കൊണ്ട് ഇരുന്നത്. മദത് കർണേക്ക് ബാരമേ കൗതി ജിസ്സെ ഇതുമൂലം ഹൃദയം, ഫേഫട എന്ന് പറഞ്ഞാൽ ലങ്സ്, ലിവർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ലിവർ തന്നെ, കിഡ്നി സബ് സ്വസ്ഥ രഹത്തെ. ഇതെല്ലാം നമുക്ക് ഹെൽത്തി ആയിട്ടും ആരോഗ്യമുള്ളതായിട്ടും ഇരിക്കുന്നു. കാരണം അമിനോ ആസിഡ് നമ്മുടെ ഹൃദയത്തെയും ഫേഫട ലങ്സിനെയും ലിവറിനെയും കിഡ്നിയെയും എല്ലാം ഹെൽത്തിയായി സൂക്ഷിക്കുന്നുവെന്നാണ് ഹരി മിർച്ച് പറയുന്നത്. ഹരി മിർച്ച് गाजर मूली के किन गुणों की चर्चा करती है. हरी मिर्च गाजर मूली को अमीनो एसिड बनाने में मदद करने के बारे में कहती है, जिससे हृदय, फेफड़ा, लिवर, किडनी सब स्वस्थ रखते हैं. इन्हीं क्वेश्चन नंबर घ, ലൗക്കി മോമിനെ ഗാജർ മൂലിക്ക് ഡയറി ക്യോ മംഗവായി. ഈ ലൗക്കി മോം എന്തിനാണ് ഗാജർ മൂലിയോട് തങ്ങളുടെ സ്കൂൾ ഡയറി വേഗം കൊണ്ടുവരാൻ പറഞ്ഞത്? എന്തിനാണ് ലൗക്കി മോം എന്തിനാണ് ഗാജറിനോടും മൂലിയോടും ഡയറി കൊണ്ടുവരാൻ പറഞ്ഞത്? लौकी मोम ने गाजर मूली की शिकायत लिखने के लिए ഡയറി മംഗവായി. ലൗക്കി മോം ഗാജറിൻ്റെയും മൂലിയുടെയും കുറിച്ചുള്ള കംപ്ലൈൻറ്റ് എഴുതി മാതാപിതാക്കളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഡയറി ചോദിച്ചത്. ലൗക്കി മോമിനെ ഗാജർ മൂലിക്ക് ശിക്കായത്. ലൗക്കി മോം ഗാജറിൻ്റെയും മൂലിയുടെയും കുറ്റം, അതായത് കംപ്ലൈൻറ്റ് ലിഖിനെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഡയറി മംഗവായി ഡയറി ചോദിച്ചത്. ലൗക്കി മോം ഗാജറിൻ്റെയും മൂലിയുടെയും കംപ്ലൈൻറ്റ് എഴുതി വീട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എഴുതുക, വായിക്കുക, പഠിക്കുക. ഓക്കെ. गाजर और मूली अंत में एक दूसरे को प्यार से देखती हुई गले क्यों मिली. ഗാജറും മൂലിയും അവസാനം രണ്ടുപേരും അടി ഉണ്ടാക്കുമായിരുന്നു. നീ നല്ലത് ഞാൻ നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പരസ്പരം അടി ഉണ്ടാക്കുമായിരുന്നു അല്ലേ. അവസാനം ഇവരെന്തുകൊണ്ടാണ് പരസ്പരം സ്നേഹത്തോടെ നോക്കിയിട്ട് കെട്ടിപ്പിടിക്കാനുള്ള കാരണം എന്താണ്? ഗാജർ മൂലിക്കോ അന്തമേ സമച്ചാകിയ. അവസാനം അവർക്ക് മനസ്സിലായി കി ദോനോം ഗുണി ഹെ. രണ്ടുപേരും നല്ല ഗുണവാന്മാരാണ്, വാല്യുബിളാണ് എന്ന് രണ്ടുപേർക്കും പരസ്പരം മനസ്സിലായി. അവർ വഹ നഹി ചാഹത്തി ഥി. പിന്നീട് അവർ ആഗ്രഹിച്ചിരുന്നില്ല കി ദാറ്റ് ഉനക്ക് ശിക്കായത്ത് ലിഖി ജായേ. അവരെക്കുറിച്ചുള്ള ഒരു കംപ്ലൈൻറ്റ് എഴുതപ്പെടുക എന്നത് അവർക്ക് ഇഷ്ടമുണ്ടായിരുന്ന കാര്യം ആയിരുന്നില്ല. അതുകൊണ്ട് അവർ തങ്ങളുടെ മനസ്സ് മാറ്റുകയും പരസ്പരം സ്നേഹിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഗാജർ മൂലിക്കോ അന്തമേ സമച്ചാകയ. ഗാജറിൻ്റെ മൂലിക്ക് അവസാനം മനസ്സിലായി ആകയാത്താക്കി ദോനം ഗുണികെ. രണ്ടുപേരും നല്ല ഗുണവാന്മാരാണ് എന്ന് തന്നെ മനസ്സിലായി. അവർ വഹി നഹി ചാഹത്തി ഥി. അവർ ആഗ്രഹിച്ചിരുന്നില്ല കി ഉനക്ക് ശിക്കായത്ത് ലിഖി ജായേ. അവരെക്കുറിച്ചുള്ള കംപ്ലൈൻറ്റ് എഴുതപ്പെടണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നില്ല. ഗാജർ മൂലി अंत में समझ आ गया था कि दोनों गुणी हैं और वह नहीं चाहती थी कि उनकी शिकायत लिखी जाए. ഓക്കെ, എഴുതി വയ്ക്കുക കേട്ടോ. അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം കഴിഞ്ഞു. ഇനി കിസ്നെ കിസ്സെ കഹ, ഹൂ സെഡ് ടു ഹൂം, അതാണ് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ്, കിസ്നെ കിസ്സെ കഹ, ഹൂ സെഡ് ടു ഹൂം. ആര് ആരോട് പറഞ്ഞു? മുझसे खूब खाए फिर देखे मैं कैसे दृष्टि दूंगी എന്ന് പറഞ്ഞത് ആരാണ്? എന്നെ ഒന്ന് തിന്ന് നോക്കാവോ? തിന്ന് നോക്കിയിട്ട് പറ, ഞാൻ എങ്ങനെയാണ് ഓരോരുത്തരുടെയും കണ്ണുകൾക്ക് വെളിച്ചം കൂടുതലാക്കി കൊടുക്കുന്നതെന്നൊന്ന് അറിയാമല്ലോ. ഒന്ന് ശ്രമിച്ച് നോക്കിക്കേ.
എന്ന് പറഞ്ഞത് ആരാണ്? ഗാജറിനെ, മൂലീസെ, ക്യാരറ്റ്, റാഡിഷ്. ഓക്കെ, गाजर सेट टू द राडिश. ओके, इन्हीं क्वेश्चन नंबर घ, उसमें विटामिन सी है जो बहुत खून को जमाने में मदद करता है. എന്നിൽ വിറ്റാമിൻ സി ഉണ്ട്. ബഹത്ത ഖൂൻ കോ ജമാനെ മേ, ഒഴുകിപ്പോകുന്ന ബ്ലഡ് ജമ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വീണ്ടും റീബിൽഡ് ചെയ്യാൻ വേണ്ടി മദത് കർത്താഹെ സഹായിക്കുന്നു. गाजर ने मूली से कहा. गाजर ने मूली से कहा. क्वेश्चन नंबर ग, तुम दोनों അമിനോ ആസിഡ് ബനാനെ മേ മദത് കർത്തി ഹോ. നിങ്ങൾ രണ്ടുപേരും അമിനോ ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നു എന്ന് പറഞ്ഞു തരാണ്. മൃച്ച് ഹരിഹരനെ ഗാജർ ഔർ മൂലീസെ. മൃച്ച് ഹരിഹരൻ ഗാജറിനോടും മൂലിയോടും കൂടെയാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. ചേർന്ന് വരുന്ന വാക്ക് ഹെക്കടി, ഫേഫട, പഠ, ലഡായി. ഓക്കെ, അത് അത്രയും വാക്കുകളാണ്. ലഡായി, ഫേഫടായിക്കൊക്കെ ഡായുടെ ഇടയിൽ കുത്തുണ്ട്. ലഡായി ഇതെല്ലാം ഉള്ള കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇനി നോക്കിക്കേ, കാരക ചിഹ്ന से वाक्य पूरा कीजिए. ओके, क्वेश्चन फर्स्ट वन, गाजर और मूली दोनों बैग रखने को लेकर ആണ്. അവിടെ കോ എന്ന കാരക ശബ്ദമാണ് അവിടെ എഴുതേണ്ടത്. രണ്ടാമത്തേത് എ വിറ്റാമിൻ മുച്ച് കഴിഞ്ഞ മേമാണ് കേട്ടോ. മേം भी होती है. मेरा हलवा सभी बड़े चाव से खाते हैं. മൂന്നാമത്തെ സേ ആണ്. फोर्थ वन, जब कहीं कट जाता है तो बहुत खून को जमाने में. അവിടെ മേമാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് എഴുതി പോയപ്പോൾ വളഞ്ഞു പോയി, നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട. മേം എന്ന് ബോക്സിലുണ്ട്, ബോക്സ് നോക്കി എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇനി ജോഡ്കർ ലിഖോ, ചേർത്ത് എഴുതാൻ വേണ്ടിയുള്ളതാണ്. സുഖ അധികം ഈ സുഖി, ഗുണ അധികം ഈ ഗുണി, ഖുഷ് അധികം ഈ ഖുഷി, മജ്ബൂത് അധികം ഈ മജ്ബൂതി, ബരാബർ അധികം ഈ ബരാബരി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എഴുതുക കേട്ടോ എല്ലാവരും. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ്, അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ് കേട്ടോ. ഉചിതമായ വിരാമചിഹ്നം ഇടാൻ കേട്ടോ. ഫുൾ സ്റ്റോപ്പ്, ഫുൾ സ്റ്റോപ്പ് ആണ്. क्या तुम विटामिन ए की मालिक बड़ी महान हो समझ में आया. അവിടെ ഫുൾ സ്റ്റോപ്പ് ആണ് കേട്ടോ. ഓക്കെ, ഇനി ഹേ ആണ്, പലതരത്തിലുള്ള ഹേ ആണ്. ഇനി നമ്മൾ ഫസ്റ്റ് വൺ ഹേ, ബഹുവചനം ഹേ ആണ്. സെക്കൻഡ് ഹോ, തേർഡ് ഹേ, ഫോർത്ത് ഹും, വീണ്ടും ഹേ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, എല്ലാവരും ഇത് എഴുതി പൂർത്തിയാക്കുക. അപ്പോൾ നമ്മുടെ ഈ പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം കഴിഞ്ഞു. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് പൂരിപ്പിക്കുക. ഓക്കെ, താങ്ക് യു.